ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മീനമാസം തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം കൃഷ്ണൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഏതു കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരായിരിക്കുന്നതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ ആ ഭഗവത് രഹസ്യവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നവർ തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണനെ വിചാരിക്കുന്നവർ തന്നെ ഇത് കാണത്തുള്ളൂ, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വെറുതെ ഒരു വീഡിയോ ഇടുന്നതല്ല, ഭഗവാന്റെ ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചില സൂചനകൾ അല്ലെങ്കിൽ എനിക്ക് ചില പ്രചോദനങ്ങൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭഗവത് രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഞാൻ പറയുന്നത് ആ ഭഗവാനെ കുറിച്ചാണ്, ഭഗവാൻ നാരായണനെ കുറിച്ചാണ്. ഈ മീനമാസത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളുണ്ട്. ഭഗവാന്റെ പ്രീതി ഉണ്ടാകാൻ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ്. ഇത് ആരറിയുന്നു അവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അല്ലാത്തവർക്ക് ഇത് കാണാനോ കേൾക്കാനോ അറിയാനോ സാധിക്കത്തില്ല. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജ് വരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ഇപ്പൊ ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നോ ഒന്നും വിചാരിക്കരുത്. ശ്രദ്ധത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും പിന്നെ നമ്മൾ സ്വയം പ്രയത്നിക്കുകയും കൂടെ വേണം. ഇത്രയും പറഞ്ഞിട്ടാണ് വർക്ക് എടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട. പിന്നെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് എടുത്താൽ പോലും എല്ലാവരുടെയും ആ മെസ്സേജ് മുഴുവൻ കേൾക്കണമെന്നോ എഴുതിയിരിക്കുന്ന വായിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. കാരണം തിരക്കുള്ളതാണ്. അതാണ് വാട്സപ്പ് എടുത്തെന്ന് വിചാരിച്ച് കണ്ടെന്ന് വിചാരിക്കരുത്, അതും വായിച്ചൊന്നും വിചാരിക്കരുത്. അതാണ് സാഹചര്യം. പിന്നെ സമയമുള്ളപ്പോൾ ചിലരുടെ കാണുന്ന വായിക്കും, അത് സമയമുള്ളപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പറ്റുന്നവർക്ക് ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് കാണുന്ന മെസ്സേജുകൾക്ക് ഞാൻ അവരുടെ വർക്ക് എടുക്കും. അങ്ങനെയാണ്. ഏതായാലും വാട്സപ്പിൽ ഇടുക, അതാണ് ചെയ്യാൻ പറ്റുന്നത്. പറ്റുന്ന പോലെയാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തില്ല, പറ്റുന്നവർക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഭഗവാനെ കുറിച്ചുള്ള ദിവ്യമായ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇത് കാണുന്നവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്. ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് ഭഗവത് രഹസ്യമാണ് പറയാൻ പോകുന്നത്. ഇത് എനിക്കതിനുള്ള അറിവോ കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമില്ല. ഭഗവാന്റെ ആ ഒരു ഇച്ഛ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ഭഗവത് പാദം തന്നെ സ്മരിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞുതരാം. മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടില്ലേ പിന്നെ എന്തുവാ കാണുന്നത്? ഭഗവാനെ കുറിച്ച് അറിഞ്ഞില്ലേ പിന്നെ ജീവിതം നമ്മൾ കഴിക്കുന്നതിലോ കിടക്കുന്നതിലോ പിന്നെ ജോലി ചെയ്യുന്നതിലോ ജീവിക്കുന്നതിലോ അതൊക്കെ വേണം. അതിലുപരി നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെ കൂടെ അറിയുമ്പോഴേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി ഒരു 10, 15, 20 മിനിറ്റ് ചിലവഴിക്കാൻ പറ്റിയില്ല പിന്നെ ആ ജീവിതം കൊണ്ട് എന്താ അർത്ഥമാണ്? ഒരു കാര്യമില്ല. നമ്മൾ ജനിച്ചത് കഴിക്കാനോ നടക്കാനോ ജോലി ചെയ്യാനോ മാത്രമല്ല, സ്വയം ഉള്ളിൽ നമ്മുടെ ഈശ്വരബോധം കൂടെ ഉണ്ടായിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. അപ്പം ഭഗവത് രഹസ്യമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. മീനമാസം തുടങ്ങി, അത് നിങ്ങൾക്കെല്ലാം അറിയാൻ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് അറിഞ്ഞോട്ടെ വിചാരിച്ചോ. മീനമാസം തുടങ്ങി. അപ്പം ഈ മീനമാസം തുടങ്ങി നമ്മൾ ഇന്നു മുതൽ, നിങ്ങൾ എന്ന് വീഡിയോ കാണുന്നോ അന്ന് മുതൽ മീനമാസത്തിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏത് ദിവസം കണ്ടാലും അന്ന് മുതൽ ചെയ്യാം. അപ്പം ഭഗവാനെ നാരായണന്റെ അല്ലെ കൃഷ്ണന്റെ പ്രീതിക്ക് ഈ മീനമാസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഭഗവത് പ്രീതി, കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും, നാരായണന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ മീനമാസം തീരുന്നിടം വരെ എങ്കിലും നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം പറ്റുന്ന അത്രയും ഒരു ദിവസം ജപിക്കുക. രാവിലെ ജപിക്കുക, ഉച്ചയ്ക്ക് ജപിക്കുക, വൈകിട്ട് ജപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ
നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് വാ കൊണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കണം. മനസ്സിലല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് പറ്റുന്ന അത്ര ജപിക്കുക. ഈ മീനമാസത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞും ചെയ്യാം, പക്ഷെ മീനമാസം ചെയ്യുന്നതിന് വളരെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ അത് കഴിഞ്ഞും ചെയ്താലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. പക്ഷെ മീനമാസത്തിലെ ഒരു ഭഗവത് പ്രീതിയുടെ വളരെ കൂടുതലായിട്ട് ആ ഭഗവത് ചിന്ത ഉണ്ടായാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ശരീരം തന്നെ, ഭഗവാന്റെ ശരീരം തന്നെയാണ് ആ മന്ത്രം. ക്രിയായോഗ പോലെയുള്ള രഹസ്യ യോഗ പദ്ധതികളിൽ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ക്രിയായോഗ സ്വീകരിച്ചതാണ്. ഇപ്പോൾ ചെയ്യുന്ന ശിവയോഗമാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ മന്ത്രം ഭഗവാനെ ആര് ഭക്തിയോടെ ജപിക്കുന്നു അവർക്ക് ആ ഭഗവാന്റെ പരമമായ അനുഗ്രഹം ലഭിക്കും. ശുദ്ധ മനസ്സോടുകൂടി ചെയ്യണം, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ചെയ്യണം. വലിയ പളപളാന്ന് തിളങ്ങുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടോ വലിയ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല, നിഷ്കളങ്കമായ മനസ്സാണ് വേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. നിഷ്കളങ്കമായ മനസ്സോടു കൂടിയാണ് ഭഗവാനെ വിളിക്കേണ്ടത്. അങ്ങനെ ആര് വിളിക്കുന്നോ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഭഗവത് രഹസ്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിലെ ചില ഭഗവത് രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഭഗവാനെ ആര് ഭക്തിപൂർവം സ്മരിക്കുന്നവോ നിശ്ചയമായും അവർക്ക് മുക്തിപദം ഉണ്ടാകും. ആര് ഭക്തിപൂർവം ഭഗവാനെ സ്മരിക്കുന്നോ അവർക്ക് നിശ്ചയമായും മുക്തിപദം ഉണ്ടാകും. അപ്പോൾ ഈ മീനമാസത്തിൽ നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ വാ കൊണ്ട് ജപിക്കണം കേട്ടോ. കഴിയുന്ന അത്ര ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക. നിങ്ങളെ ഭഗവാൻ കൈവിടത്തില്ല. ഇത് ഞാനതാ പറഞ്ഞ വീഡിയോ കാണുന്ന ആര് കണ്ടാലും അത് അവരുടെ സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള സമയമായി, അത്ര തന്നെ. എൻ്റെയോ നിങ്ങളുടെയോ കഴിവൊന്നുമല്ല. അതോടൊപ്പം ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാനെ എങ്ങനെ വിളിച്ചാലും ഭക്തിയോടെ വിളിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. മാത്രമല്ല ഭഗവാൻ പറയുന്നത് സർവമന്ത്രങ്ങളെക്കാളും മറ്റു തീർത്ഥങ്ങളെക്കാളും അനവധി പ്രാർത്ഥനകളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് നിഷ്കളങ്കമായ ഭക്തിയാണ്. ഭഗവാനെ പ്രാപിക്കാനുള്ള, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള ഭഗവത് രഹസ്യങ്ങൾ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. ഭഗവാന്റെ പ്രീതി കിട്ടാൻ വേണ്ടി എങ്ങനെയുള്ളവർക്കാണ് ഭഗവാന്റെ പ്രീതി കിട്ടുന്നത്, അതാണ് പറഞ്ഞു തരുന്നത്. ഭഗവാൻ പറയുന്നത് സർവമന്ത്രങ്ങളെക്കാളും, നമ്മളിപ്പം ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നതിലൊന്നും അല്ല കാര്യം. ജപിക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്തൊക്കെ ചില കാര്യം മനസ്സിലാക്കി ജപിക്കണം. സർവമന്ത്രങ്ങളെക്കാളും മറ്റു തീർത്ഥാടനങ്ങളെക്കാളും, ദിവസവും തീർത്ഥാടനം പോകുന്നു, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനൊക്കെ ഉപരി ചില കാര്യങ്ങളുണ്ട്. അനവധി പ്രാർത്ഥനകളെക്കാളും എപ്പോഴും ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നു, അതൊക്കെ നല്ലത് തന്നെ. എങ്കിലും അതിലുപരി അതിലൊക്കെ അപ്പുറത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇതിനേക്കാൾ എല്ലാം ഭഗവാൻ ശ്രേഷ്ഠമായിട്ട് കാണുന്നത് നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാൻ ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഭഗവത് പ്രീതി ഉള്ളവരായിരിക്കും. പിന്നെ ഭഗവാൻ പറയുന്നു, സർവവും ഞാനെന്ന് ചിന്തിക്കുന്നതാരോ, അത് എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുന്നതാരോ, അതായത് സദാ നേരവും ഭഗവത് നാമം ജപിക്കുകയും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവർക്കും ഭഗവത് പ്രീതി ഉണ്ടായി വരും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം ഭഗവാനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നത്. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾ ഭഗവാനെ കുറിച്ചാണ് കേൾക്കുന്നത്, അതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ ആര് കാണുന്നു അവർക്കൊക്കെ ഭഗവത് പ്രീതി ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതാ. കാരണം സർവവും ഞാനെന്ന്, സർവ്വതും ഭഗവാനെന്ന് നനച്ച് ഭഗവാനെ ചിന്തിക്കുകയും അതോടൊപ്പം എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുകയും എല്ലാം ഭഗവാനാണെന്ന് ഉള്ള ഒരു ചിന്തയിൽ, എല്ലാത്തിലും ഭഗവാനാണെന്നുള്ള ചിന്തയിൽ ഭഗവാനെ ദർശിക്കുക എന്ന് വെച്ചാൽ കാണുന്നതാണ് നിർബന്ധമില്ല. നമ്മൾ ഭഗവാനാണ് എന്നുള്ളൊരു സങ്കല്പത്തിൽ, എല്ലാം ഭഗവാനാണെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഭഗവാനെ സ്മരിക്കുക. സദാ നേരവും ഭഗവത് നാമം ജപിക്കുകയും
അതോടൊപ്പം ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നവരിലും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടായി വരും എന്ന് തന്നെയാണ്. അക്രൂരൻ ഭഗവാന്റെ നാമജപം, ഭഗവാന്റെ വാക്ക്, ഭഗവാന്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം മുക്തി നേടിയ ഇവരുടെ പേരുകളാണ് ഇനിയും പറയുന്നത്. അതായത് അക്രൂരൻ, അംബരീക്ഷ മഹാരാജാവ്, ജനകൻ, മഹാബലി, ബാണൻ, വിഭീഷണൻ എല്ലാം അറിയാമല്ലോ. വിഭീഷണനൊക്കെ എപ്പോഴും ഭഗവത് നാമം തന്നെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. സുഗ്രീവൻ, മായാസുരൻ, ഹനുമാനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴും രാമയും കൃഷ്ണയും എല്ലാം നാരായണൻ തന്നെയാണ് കേട്ടോ. പിന്നെ ജഡായു എപ്പോഴും ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരാണ്. അതുപോലെ ഹനുമാന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഗോപസ്ത്രീകൾ, അതുപോലെ ജനകൻ, യശോധര, ഇവരെല്ലാം ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരാണ്. അപ്പം ആ ഭഗവാന്റെ നാമം പോലും ജപിച്ചവർക്ക് മുക്തി ഉണ്ടായി, പരമപദം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അജാമളൻ മരണസമയത്ത് ഭഗവാനെ വിളിച്ചു, അജാമളന് മുക്തി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഭഗവത് നാമം ആര് ജപിക്കുന്നോ അവർക്കൊക്കെ ഭക്തിയോടെ, നിഷ്കളങ്ക ഭക്തി വേണം അല്ലോ. അല്ലാതെ ഒരുപാട് തീർത്ഥങ്ങളിൽ പോകുന്നതോ അല്ലെ ഒരുപാട് പിന്നെ പല കാര്യങ്ങളും പ്രഭാഷണം ചെയ്യുന്നതിലോ ഒന്നും അല്ല കാര്യം. നിഷ്കളങ്കമായ ഭക്തിയാണ് വേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇനിയും പറഞ്ഞുതരാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഭഗവത് രഹസ്യം. വിതുരരുടെ കഞ്ഞി ഭഗവാന് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ കഞ്ഞി വേറെ കിട്ടാൻ വയ്യാഞ്ഞിട്ടാണോ ഭഗവാന്? അല്ല, അതിന് കാരണമുണ്ട്. വിതുരരുടെ കഞ്ഞി, അതുപോലെ കുചേലന്റെ അവല്, ഭഗവാൻ അവല് വേറെ കിട്ടാഞ്ഞിട്ടാണോ? പക്ഷെ അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കുചേലന്റെ അവല് ഭഗവാന് വലിയ ഇഷ്ടമായിരുന്നു. പാഞ്ചാലിയുടെ ചീര കറി ഭഗവാന് വലിയ ഇഷ്ടമായിരുന്നു. പാഞ്ചാലിയുടെ ചീര ഭഗവാന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഭഗവാൻ കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രമാണ്. ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ്, അല്ലാതെ ആ കഞ്ഞിയോടുള്ള ഇഷ്ടമല്ല. അവരുടെ നിഷ്കളങ്കമായ ഭക്തി നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? നിഷ്കളങ്കമായ ഭക്തിയോട് ഒരു തുളസിയില പോലും ഭഗവാന് വെച്ചാൽ അത് മതി. അല്ലാതെ വലിയ പ്രഭാഷണം ചെയ്യുന്നതിലോ എല്ലാ പുസ്തകങ്ങളും പാരായണം ചെയ്യുന്നതിലോ ലോകത്തിലുള്ള എല്ലാ തീർത്ഥങ്ങളിലും പോകുന്നതിലോ അതൊക്കെ നല്ലത് തന്നെ. അതിലുപരി ഒരു നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഒരു തുളസി ഇല പോലും ഭഗവാന് സമർപ്പിച്ചാൽ അത് മതി. ഭഗവാൻ സ്വീകരിക്കും. അവർക്ക് ഭഗവാന്റെ പരമമായ അനുഗ്രഹം കൊടുക്കും. നിഷ്കളങ്കമായ ഭക്തി ആരിലുണ്ടോ അവരിൽ ഭഗവാൻ പ്രസാദിച്ചിരിക്കും. അതാണ് ഭഗവത് രഹസ്യം. അത് നിങ്ങൾ പരമാവധി ആ നിഷ്കളങ്കമായ ഭക്തിയോടെ ഈ മീനമാസം മുഴുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വാഗൊണ്ട് ജപിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. പറ്റുന്ന പോലെ ദേവാലയങ്ങൾ, ഭഗവാൻ കൃഷ്ണന്റെ, നാരായണന്റെ എല്ലാ ദേവാലയങ്ങളിലും പോകാം. ദേവാലയ ദർശനങ്ങൾ ചെയ്യുക. മറ്റു ദേവതകളെയും ശിവനെയും എല്ലാം വിളിക്കാം. എല്ലാവർക്കും മീനമാസം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭഗവാനെ കുറിച്ച് ഈ മീനമാസവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തരാൻ ഒരു കാരണമുണ്ട്. ഭഗവാൻ എനിക്കൊരു ജ്ഞാനം നൽകിയോണ്ടാണ് പറഞ്ഞത്. മീനമാസം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. അപ്പം പിന്നെയും ഭഗവാൻ പറയുന്നു, എൻ്റെ ഉത്തമ ഭക്തർ എങ്ങനെയെന്ന് ഭഗവാൻ വീണ്ടും പറയുന്നു. എങ്ങനെയാണ്? അതായത് സ്നാനം എന്ന് വെച്ചാൽ കുളി, അറിയാലോ, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം, ക്ഷേത്ര ദർശനം, അതുപോലെ വേദ പഠനം എന്ന് വെച്ചാൽ വേദങ്ങളൊക്കെ പഠിക്കുക, അല്ലെ അതുപോലെയുള്ള ജ്ഞാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇതുകൊണ്ടൊക്കെ ഒരുവൻ എൻ്റെ ഭക്തനാവുകയില്ല എന്ന് ഭഗവാൻ അടിയിട്ട് പറയുന്നു. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരാൾ എൻ്റെ ഭക്തനാകത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ്? നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകുമ്പോഴേ ഒരുവൻ എൻ്റെ ഭക്തനാകത്തുള്ളൂ. ഇതാണ് ഭഗവത് രഹസ്യം. അപ്പം ഈ നിഷ്കളങ്കമായ ഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് മഹാരഥന്മാർ, വലിയ അത്ഭുത ശക്തികളും കഴിവുകളുമുള്ള എല്ലാ മഹാരഥന്മാരും നിൽക്കുന്ന ആ സഭയിൽ ആരുമില്ലായിരുന്നു പാഞ്ചാലിയെ രക്ഷിക്കാൻ. എല്ലാവരും പല പല കാരണങ്ങളും പല പല തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അനീതി അവിടെ നടക്കുമ്പോൾ എല്ലാവരും നോക്കി നിന്നു. മനസ്സിലായില്ലേ? എല്ലാവരും നോക്കി നിന്നു, ആരും സഹായിക്കാനില്ലായിരുന്നു. ആ സമയം പാഞ്ചാലിയുടെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് പാഞ്ചാലി
ഗോവിന്ദ എന്ന് വിളിച്ചതേ ഉള്ളൂ. തൽക്ഷണം ഭഗവാൻ പാഞ്ചാലിക്ക് ചേല വസ്ത്രം നൽകി സഹായിച്ചു. ആ നിഷ്കളങ്കമായ ഭക്തിയിലാണ് ഭഗവാൻ സഹായിച്ചത്. അത് നിങ്ങളൊരാപത്തി ഭഗവാനെ വിളിച്ചാലും നിങ്ങളെയും ഭഗവാൻ സഹായിക്കും. ഭഗവാന് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക. നിഷ്കളങ്കമായ ഭക്തിയോടെ ആര് ഭഗവാനെ വിളിച്ചാലും സംശയമില്ലാതെ ഭഗവാനെ അതുപോലെ വിശ്വസിക്കണം. സംശയത്തോടെ വിളിച്ചാലൊന്നും ഒരു കാര്യമില്ല. നിഷ്കളങ്കമായ ഭക്തിയുണ്ട്, അടിയുറച്ച ഭക്തിയുണ്ട്. പ്രവർത്തികൾ നന്മയുള്ളതായിരിക്കണം, മനസ്സ് നന്മയുള്ളതായിരിക്കണം, ശുദ്ധമായ മനസ്സുണ്ടാകണം. എങ്കിലേ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകത്തുള്ളൂ. ചുമ്മാ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെന്നും പറഞ്ഞ് അമ്പലത്തിൽ പോയി ചുമ്മാ കണ്ണടച്ച് നിന്നാലോ അല്ലെ ഇച്ചിരി നേരം മനസ്സിൽ ചിന്തയില്ലാതിരുന്നാലോ നിഷ്കളങ്ക ഭക്തി ഉണ്ടാകത്തില്ല. ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ എന്നും ചെയ്യുന്ന പ്രവൃത്തി നന്മയുള്ളതായിരിക്കണം, ചിന്തകൾ നന്മയുള്ളതായിരിക്കണം, വിശ്വാസം ശുദ്ധമായ വിശ്വാസമായിരിക്കണം. ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിഷ്കളങ്കമായ ഭക്തി അല്ലെ നിഷ്കളങ്കമായ ആ ഭക്തി. ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ്. അല്ല നിഷ്കളങ്കമായ ഭക്തി എന്ന് മാത്രം അങ്ങനെ കിട്ടുന്നതല്ല. നമ്മുടെ പ്രവൃത്തികളിലൂടെ, ശുദ്ധമായ പ്രവൃത്തികളിലൂടെ, നന്മയുള്ള പ്രവൃത്തികളിലൂടെ, നന്മയുള്ള ചിന്തകളിലൂടെ ഒക്കെ വന്നു ചേരുന്നതാണ് നിഷ്കളങ്കമായ ഭക്തി. അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല എന്നറിയുക. എത്രയോ ദിവസത്തെ നന്മ കൊണ്ട് കിട്ടുന്നതാണ് നിഷ്കളങ്കമായ ഭക്തി. ആ നിഷ്കളങ്കമായ ഭക്തി പാഞ്ചാലിക്കുള്ളത് കൊണ്ടാണ് തൽക്ഷണം ഭഗവാൻ ചേല കൊടുത്തു പാഞ്ചാലി അനുഗ്രഹിച്ചത്. പ്രഹ്ലാദൻ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു. പ്രഹ്ലാദനല്ല എപ്പോഴും പ്രഹ്ലാദന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. അതിലൊന്നും പ്രഹ്ലാദൻ അടിപതറാതെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പം ഭഗവാനെ വിളിച്ചല്ലോ എനിക്ക് ഫലം കിട്ടിയില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എല്ലാം സാധാരണ മനുഷ്യരാണ്. പക്ഷേ പ്രഹ്ലാദൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടും എത്രയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഭഗവാനെ ആ ഭക്തിയിൽ, പ്രഹ്ലാദന്റെ ഭക്തിയിൽ യാതൊരു മാറ്റവുമില്ലായിരുന്നു. അതുകൊണ്ട് പ്രഹ്ലാദനെ ഭക്തപ്രഹ്ലാദൻ എന്നറിയപ്പെടുന്നു. നിഷ്കളങ്കമായ ഭക്തിയുള്ളത്. അപ്പം പ്രഹ്ലാദൻ തൂണിലും തുരുമ്പിലും സർവ്വതിലും ഭഗവാൻ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു. നിഷ്കളങ്കമായ മനസ്സോടുകൂടി, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി, നിഷ്കളങ്കമായ പ്രവൃത്തിയോടുകൂടി. അങ്ങനെ ഭഗവാൻ തൂണ് പിളർന്ന നരസിംഹമായിട്ട് വന്ന് പ്രഹ്ലാദനെ സംരക്ഷിച്ചു. നമുക്കും അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഏത് വിധേനയും വന്ന് സംരക്ഷിക്കും. അപ്പൊ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനോട് വേണ്ടത്. അതാണ് ഏറ്റവും വലിയ ഭഗവത് രഹസ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഈ മീനമാസം ഞാൻ അത് ഭഗവാന്റെ ഭഗവത് രഹസ്യം പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ നിങ്ങളെ ഭഗവാൻ അത് അനുഗ്രഹിക്കും. അനന്തശായിയായ ഭഗവാൻ എപ്പോഴും പറയുന്നു, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു ഭക്തർ തന്നെയാണ്. ഭഗവാൻ നാരായണൻ, ഭഗവാൻ കൃഷ്ണൻ, ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തർ തന്നെയാണ്. ഭഗവാൻ അനന്തശായിയായ ഭഗവാൻ വസിക്കുന്നത് എവിടെയാണ്? പാലാഴിയിലാണോ? ആ ഭക്തരുടെ ഹൃദയത്തിലാണെന്ന് ഭഗവാൻ പറയുന്നു. ഭക്തരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ എത്ര മനോഹരമാണ്. അപ്പോൾ ആ ഭഗവാനെ കുറിച്ച് ഇത്രയെങ്കിലും പറയാൻ എനിക്ക് ഭഗവാൻ അവസരം തന്നതിന് ഭഗവാന് നന്ദി പറയുന്നു. ഇതൊന്നും എൻ്റെ കഴിവ്, എൻ്റെ അറിവല്ല. ഇതൊക്കെ നമുക്ക് ഈശ്വരൻ തരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ഞാൻ ഈ വിഷയം പറയാനുണ്ടായ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. ധന്വന്തരി മൂർത്തിയും ഭഗവാൻ നാരായണൻ തന്നെയാണ്. അവിടെ ചെന്ന് ഞാൻ ആ നടയ്ക്ക് നേരെ രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സാധാരണ പാൻറ്റേ ധരിക്കാറുള്ളൂ. അത് ചിലപ്പോൾ ഈ സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ ജീൻസിൻ്റെ പാൻ്റ് ആയിരിക്കും, അല്ലെ അങ്ങനെയുള്ള പാൻറ്റൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം പിന്നെ ചില ക്ഷേത്രങ്ങളിൽ വസ്ത്രധാരണ നിഷ്കർഷം ഉണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം. പക്ഷെ ഇതിലൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തൊരു ഭക്തിയിലാണ് കാര്യം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ ഇങ്ങനെ നിഷ്ഠകൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളവിടെ മുണ്ടെന്ന് പറഞ്ഞാൽ മുണ്ട് തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഞാൻ പിന്നെ അനുവദിച്ചിരിക്കുന്നിടത്തെല്ലാം മിക്കവാറും പാൻറ്റേ കൊടുക്കാറുള്ളൂ, അല്ലാത്തടത്ത് മുണ്ട് കൊടുക്കും. അപ്പം ഞാനായാലും പാൻറ്റൊക്കെ ഞാൻ ജീൻസ് പാൻറ്റാണ് ധരിക്കാറുള്ളത്. അത് എൻ്റെ രീതിയാണ്. വസ്ത്രധാരണമല്ല, ശുദ്ധമായ ഭക്തിയില്ല, മനസ്സിലാണ് കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോഴേ ഞാൻ ഭഗവാന്റെ നേരെ നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ പേഴ്സിൽ പൈസ എടുത്തിട്ടില്ല, പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പം. കാരണം ഇപ്പം എല്ലാം ഗൂഗിൾ പേ ഒക്കെ ആയ കാരണം. അപ്പം ഞാൻ ഭഗവാൻ എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട് നടക്കി വന്നപ്പോൾ. അപ്പം ഞാൻ പേഴ്സിലാണെങ്കിൽ കാശും എടുത്തിട്ടില്ല. അപ്പോഴേ
ഞാൻ നോക്കുമ്പോൾ ഒരാൾ എണ്ണയൊക്കെ ആയിട്ട് ഭഗവാനെ തൊഴാൻ വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എന്നാലും ഭഗവാനെ സമർപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈശ്വര അന്ന് അടയ്ക്ക് നേരെ ഒന്ന് സങ്കല്പിച്ചേ ഉള്ളൂ. ഉടനെ ശ്രീകോവിലിനകത്തും തിരുമേനി പറയുന്നു, ആ അമ്പലത്തിൻ്റെ തന്നെ ഒരു റൂമുണ്ട് സാധനങ്ങളൊക്കെ വെക്കുന്നത്, അവിടെ പോയി ഇച്ചിരി കർപ്പൂരം തരാൻ പറയാൻ പറയും. ഞാൻ മേടിച്ച് കൊടുക്കുന്നതല്ല, അവരോട് പറയാം. ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു റൂമാണ്. അപ്പോൾ അവിടെ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളുണ്ട്, അവിടെ പോയി ഇച്ചിരി കർപ്പൂരം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. എന്നാൽ ഞാനവിടെ പോയി വാങ്ങിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നെ അവിടെ വെച്ച് ആ കർപ്പൂരം കൊണ്ടാണ് ഭഗവാനെ ആ മലയാള മാസം 1-ാം തീയതി ഭഗവാനെ ഒഴിഞ്ഞത്. ഭഗവാനെ ആ കർപ്പൂരം കൊണ്ട് തിരുമേനി ഞാനവിടെ നടക്കി വെച്ചു, തിരുമേനിയെ കർപ്പൂരം കൊണ്ട് ഒഴിഞ്ഞു. നോക്കൂ, ആ എൻ്റെ മനസ്സിൽ വേറെ ചിന്തയൊന്നുമില്ല, നിഷ്കളങ്കമായ ഭക്തിയാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ മനസ്സിൽ ചിന്തിച്ച ഓൺ ദി സ്പോട്ടിൽ അതോടെ നിന്ന് മറുപടി വന്നു. അപ്പം ഇത് പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം മുണ്ട് മാത്രമേ ധരിക്കത്തുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്ത് നമ്മളത് അനുസരിക്കണം, നമ്മൾ മുണ്ട് ധരിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിഷ്കളങ്കമായി, ഇതിൻ്റെ എല്ലാത്തിനും അപ്പുറത്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നതിലോ ഒരുപാട് പാരായണം ചെയ്യുന്നതിലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരായണം ചെയ്യുന്നതോ ഇതൊക്കെ നല്ലത് തന്നെയാണ്. അതിന് ഉപരിയായിട്ടൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ് പോലും മനസ്സ് നിഷ്കളങ്കമായ ഭക്തി ഭഗവാനിൽ ഉണ്ടായാൽ അതാണ് എല്ലാം. അത് നിങ്ങൾ എന്നറിയുന്നോ അന്ന് ഭഗവാന്റെ അനുഭവം ഉണ്ടാവും. ഞാൻ അമ്പലപ്പുഴ പോകാറുള്ളപ്പം ഞാൻ ഭഗവാനെ നടക്കുന്ന നേരം എന്ന് ഭഗവാനെ എന്നെ വിളിക്കാറുള്ളൂ. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ഭഗവാനെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എനിക്ക് ഒരിക്കലും ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെട്ടു, അതെനിക്ക് ഭഗവാൻ നടത്തി തന്നു. അപ്പോഴേ ഭഗവാന് ഞാൻ ഒരു 10 കുടം വെണ്ണ നേർന്നായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലപ്പുഴ പോകാനിരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്നെ സ്വപ്ന ദർശനം രാത്രി 1:30-ക്കും 3:30-ക്കും ഇടയിലുള്ള സമയത്തിലാണ് സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. ആ സമയത്തിന് പ്രത്യേകത ഉണ്ടെന്നൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ ചില പ്രത്യേക ഒരു ഈശ്വരൻ നമ്മളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്നെ ഭഗവാൻ കാണിച്ചു തന്നത്, അമ്പലപ്പുഴ ചൊല്ലുമ്പോൾ ഞാൻ ഈ 10 കുടം വെണ്ണ ഒരു പാത്രത്തിനകത്തായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു അശരീരി കേൾക്കും അവിടെ, നീ അത് നേരെ കൊണ്ട് അവിടെ വെച്ചാൽ മതിയെന്ന്. ഇത് നടക്ക് നേരെ ഇന്ന് കാണിക്കുമൊന്നും വേണ്ട, അവിടെ കൊണ്ട് വെച്ചാൽ മതി എന്നൊരു അശരീരി കേൾക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പം ഞാൻ പിന്നീട് അമ്പലപ്പുഴ ചെന്നപ്പം എനിക്ക് ആ സ്വപ്നം എന്നാലും എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ഞാൻ ആ 10 കുടം വെണ്ണയും കൊണ്ട് വലിയൊരു പാത്രത്തിനകത്ത് ഭഗവാന്റെ നടയിൽ നിന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് വെക്കാമെന്നുള്ള ഒരു ഇതിൽ ഞാനിങ്ങനെ നടയിലോട്ട് കാണിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര ആളാണ്, ഒരു തരത്തിലും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഉടനെ ഒരാൾ എവിടെ നിന്നാ തരത്തിൽ ഓടി വന്ന് എന്നോട് പറയുന്നു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ നേരെ കൊണ്ടുവന്ന് ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് അത് ആ ഭഗവാന്റെ പ്രസാദം വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇപ്പം നിവേദ്യത്തിന് എടുക്കാനുള്ളതെന്ന് പറയുന്നു. ഞാൻ സ്വപ്നത്തിൽ എന്ത് കണ്ടോ, അശരീരി എന്ത് കേട്ടോ, അത് തന്നെ അവിടെ സംഭവിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭഗവാൻ തന്നെ പറയിപ്പിക്കുന്നതാണ്. കാരണം ഇതിന് എത്രയോ ദിവസം മുമ്പ് എനിക്ക് സ്വപ്നത്തിൽ അങ്ങനെ ഒരു അശരീരി ഉണ്ടായതാണ്. അപ്പം അത് ഭഗവാൻ തന്നെ പറയുന്നതെന്ന് എനിക്ക് ബോധ്യമായി. അപ്പം ഞാൻ അതുപോലെ ചെയ്തു. അപ്പം തന്നെ നിവേദ്യത്തിന് എടുക്കുകയും ചെയ്തു. നിഷ്കളങ്കമായ ഭക്തിയാണ് എല്ലാം. അല്ലാതെ നിങ്ങൾ വേറൊന്നിലും അല്ല കാര്യം. നമ്മൾ ഒരുപാട് പ്രഭാഷണം നടത്തുന്നതിലോ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിലോ വലിയ വലിയ വസ്ത്രദാനം നടത്തുന്നതിലോ ഇതിലൊന്നുമല്ല നിഷ്കളങ്കമായ ഭക്തി. ആ ഭക്തിയായിരുന്നു കുരൂരമ്മയ്ക്കുണ്ടായിരുന്നു. കുരൂരമ്മ എൻ്റെ കണ്ണാന്ന് വിളിക്കുന്നിടത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. വില്യമംഗലം സ്വാമിയാർ ഉണ്ണിയെ, കൃഷ്ണ, ഭഗവാനെ എന്ന് വിളിക്കുന്നിടത്ത്, വാസുദേവ എന്ന് വിളിക്കുന്നിടത്ത് അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂന്താനം കൃഷ്ണ എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുന്നിടത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകത, അവരും നമ്മളെപ്പോലെ ഉള്ളവർ തന്നെയാണ്. അവരും നല്ല നിങ്ങൾ ആരും ആയിക്കോട്ടെ, അവർക്കൊക്കെ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായിരുന്നു, പുണ്യാത്മാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളും അങ്ങനെ ഭഗവാനെ വിളിച്ചാൽ നിങ്ങളുടെ അടുത്തും വരും. ചിലപ്പം വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മുടെ ഭക്തിയുടെ നേരിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, പക്ഷെ ഭഗവാന്റെ അനുഭവം ഉണ്ടാകും. അത് നമ്മുടെ പുണ്യത്തിനനുസരിച്ചിരിക്കും ഭഗവാനെ കാണാതിരിക്കും പറ്റുന്നത്. അല്ലെ ഭഗവാന്റെ അനുഭവം ഉണ്ടാകും എന്തായാലും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ.